ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സുഖമാണല്ലോ. ഇന്ന് ഞാൻ സ്വീറ്റ് കോൺ വെച്ചുകൊണ്ട് നല്ലൊരു ഉള്ളിവടയാണ് കാണിക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഈവനിങ് സ്നാക്സ്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഫസ്റ്റ് ഒരു ബൗളെടുത്ത് മാവൊന്ന് കുഴച്ചെടുക്കാം. ഞാനിവിടെ ഒരു 4 സവാള ഇതുപോലെ സ്ലൈസായിട്ട് വെട്ടിയെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു കഷ്ണം ഇഞ്ചി, ഒരു പച്ചമുളക് അതും നേർങ്ങനെ വെട്ടിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചധികം കറിവേപ്പില ഇട്ട് കൊടുക്കുക. പിന്നെ ഒരു ചോളാണിത്, അത് ഇതുപോലെ ഒരു 10 മിനിറ്റ് ഞാൻ വേവിച്ചെടുത്തിട്ടുണ്ട്, അതും ചേർത്ത് കൊടുക്കുക. ഇത് സ്വീറ്റ് കോണാണ് കേട്ടോ. ഇതിലേക്ക് ഇനി ഒരു 50 ഗ്രാം കടലമാവ്, ഒരു 25 ഗ്രാം അരിപ്പൗഡർ, റൈസ് ഫ്ലോർ, പിന്നെ ഇതിലേക്ക് മൈദ, അതൊരു 80 ഗ്രാം, പിന്നെ ഒരു 1/4 ടീസ്പൂൺ കായപ്പൊടി, പിന്നെ ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 2 ടീസ്പൂൺ ഫുള്ള മുളക് പൊടി, പിന്നെ ഒരു ടീസ്പൂൺ മല്ലിപ്പൗഡർ. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഫസ്റ്റ് കൈവച്ചിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യുക. കൈകൊണ്ട് നല്ലോണം ഒന്ന് ഞരടി കൊടുക്കണം. ഈ ഉള്ളിയുടെ നീരൊക്കെ മാവിലേക്ക് വരുന്ന മാതിരി. എന്നിട്ട് നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കുഴച്ചെടുക്കാം. അധികം വെള്ളം ചേർക്കാൻ പാടില്ല. ഇതുപോലെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്യണം. ഉള്ളി ഇതിലേക്ക് നല്ല നേർങ്ങനെ തന്നെ വെട്ടിയെടുക്കണം കേട്ടോ. ഇനി വെള്ളം ഉപയോഗിച്ച് ഒന്ന് കുഴച്ചെടുക്കാം. ഇപ്പം ഞാനിത് ഇതുപോലെ നല്ലോണം ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. നമുക്ക് സ്റ്റവ് ഓണാക്കി ഓയിൽ ചൂടാക്കാനായി വെക്കാം. ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് യൂസ് ചെയ്യുന്നത്. ഓയിൽ ചൂടായതിന് ശേഷം നമുക്ക് ഇതുപോലെ കയ്യിലൊന്ന് പരത്തി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അധികം ചൂട്ടിൽ വെക്കണ്ട കേട്ടോ, മീഡിയം ഫ്ലെയിമിൽ വെച്ചാൽ മതി. എന്നാലേ ഉള്ളെല്ലാം നല്ലോണം വെന്ത് വരും. അധികം ചൂടിൽ വെച്ചാൽ ആ ഉള്ളി മേലെ കരിഞ്ഞ ടേസ്റ്റ് ആയിരിക്കും. ഇനി 2 സൈഡും ഒന്ന് മൊരിയുന്നവരെ വെയിറ്റ് ചെയ്യാം. നിങ്ങൾക്കെൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കൂടെ സബ്സ്ക്രൈബും ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ബെൽ ബട്ടണും കൂടി അമർത്തണം. അതുപോലെ നിങ്ങളുടെ കമൻസും അറിയിക്കണം കേട്ടോ. ഫസ്റ്റ് ഇട്ട സ്വീറ്റ് കോൺ ഉള്ളിവട റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. ആ സ്വീറ്റ് കോണിൻ്റെ ചെറിയൊരു മധുരവും എല്ലാം ചേരുമ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ഉള്ളിവടയാണ്. അതുപോലെ രണ്ടാമത്തെ ഇതുപോലെ തന്നെ എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. നല്ല വൈകുന്നേരം ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയ നല്ലൊരു ഉള്ളിവടയാണ്. എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുമാത്രമല്ല നിങ്ങളെ കമൻസും അറിയിക്കണം കേട്ടോ. ഇങ്ങനെ രണ്ടാമത് ഇട്ട ഉള്ളിവടയുടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ഇങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ് കോൺ ഉള്ളിവട റെഡി ആയിട്ടുണ്ട്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക്സ് ഫോർ വാച്ചിങ്.